മനുഷ്യനെ കല്യാണം കഴിച്ചുകൊണ്ട് എന്റെ ജീവിതം തകർന്ന്. എപ്പോ നോക്കിയാലും പണി തന്നെ. എല്ലാ വീട്ടിലും 3 നേരം, 4 നേരം. എന്റെ ഒരു വിധി. നന്നു മക്കള് നന്നു. വിളിച്ചോട്ടെ. എത്ര നേരായി. ഹലോ, എന്താടി? എന്താടിനാ ഞാൻ ഡോക്ടറെ അടുത്ത് പോണ പറഞ്ഞിട്ട്? എടി, ഇപ്പൊ ഇന്ന് പോണോ? നാളെ പോയാ പോരെ? ഇന്ന് ഓഫീസിൽ നല്ല പണിയുണ്ട്. അല്ലെങ്കിൽ ഇന്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. എടി, അത് ഇന്ന് കുറച്ച് തിരക്കുണ്ട്, അതാണ്. അതിന് എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? അന്റെ ഒരു സ്വഭാവം. പിന്നെ ഞാൻ പറഞ്ഞോണ്ടുള്ളൂ, നിങ്ങൾ ചെയ്യണോണ്ടൊന്നുമില്ല. രാവിലെ പോകുമ്പോ പറഞ്ഞതല്ലേ എനിക്ക് പോണം ഡോക്ടറെ അടുത്തേക്ക്. എന്താടി ഇങ്ങനെ എപ്പോ നോക്കിയാലും മുറുമുറുപ്പ്? ഒരു സ്വൈര്യം തരില്ലല്ലേ? ഓ, അപ്പൊ ഞാൻ സൗകര്യക്കടാണല്ലേ? കാണിച്ചെന്നോട് ഞങ്ങളെ. രാവിലെ തന്നെ വയ്യായിരുന്നു. ഇനി അസുഖം കൂടിയുണ്ടാവോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ഇതിന്റെ പേരും പറഞ്ഞ ഒരാഴ്ച മിണ്ടൂല. എടാ, ഞാനേ ഒന്ന് വീട് പോയി വരാം. കുറച്ച് നേരത്തെ പോണം. വൈഫിന് ചെറിയൊരു അസുഖമുണ്ട്. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 1-2 വർക്കുകളുണ്ട്. കുറച്ച് പെൻഡിങ് ഒന്ന് ചെയ്തേക്കണം. ഓക്കെ, കുഴപ്പമില്ലല്ലോ? എന്നാ ശരി. ഇവിടെ ഇപ്പൊ വിളിക്കുക, അവിടെ വിളിച്ചാലും കാണും. ഇവിടാണെങ്കിലും വിളിച്ച് നാട്ടുകാർ കാണും. പക്ഷെ എന്താ ചെയ്യാ? ഓ, കമ്മനപ്പെടും. ഇതിൻ്റെ ഇടയിൽ വിളിച്ചാൽ സെറ്റ്. ഇതിൻ്റെ അവിടെ വിളിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു പണിയായിരുന്നു കേട്ടാ. കാണിച്ചറിയാൻ അങ്ങനെ വിട്ടാ പറ്റില്ല. ഇതിൻ്റെ വിളിച്ചിട്ടെ എവിടെ പോയി? പണിയൊന്നും നമ്മൾ തീർത്തിട്ടില്ലല്ലോ. എവിടെ ഒരു എന്തോന്ന് പണി വീട്ടിൽ പോയാ? വീട്ടിൽ പോകുന്നത് സ്ഥിരമാണല്ലോ. ഇടക്കിടക്ക് സ്ഥിരം വിളിക്കുന്നവർക്കും കാണും. കത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അടിപൊളി, ഒരു മാറ്റമല്ലല്ലോ. ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. സഹിക്കാവുന്നതിലധികമായി. ഞാൻ എൻ്റെ മക്കളെ കൂട്ടി എൻ്റെ വീട്ടിലേക്ക് പോവുക. ഇനി ഞങ്ങൾ നോക്കണ്ട, ഞങ്ങളെ വിളിക്കുകയും വേണ്ട. ഒന്നിനും സമയമില്ലല്ലോ നിങ്ങൾക്ക്. ഒരു സിനിമയ്ക്കോ ഷോപ്പിങ്ങിനോ ടൂറിനോ ഒന്നിനും പോവാൻ നിങ്ങൾക്ക് സമയമില്ല. എന്തിന്? ഒരു ഡോക്ടറെ പോലും കാണിക്കാൻ ടൈമില്ല. വേണ്ട, ഞാൻ ഇനി എൻ്റെ വീട്ടിൽ നിന്നോളാം. നിങ്ങൾക്ക് എല്ലാത്തിനും സമയം അങ്ങോട്ട് ഉണ്ടായിക്കോളും. മറുപടി എന്തായാലും വേണല്ലോ. വന്നിട്ടാ എടീ,
ആ ഇവിടെ എല്ലാ ശല്യം പോയിട്ടാ എങ്ങനെ ഒഴിവാക്കണം എന്ന് വിചാരിച്ച് നിൽക്കേനി ഇപ്പൊ അവളായിട്ട് തന്നെ അവിടെ പോയി തന്നല്ലോ ഇനി നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം എന്തേ ആ ഓക്കെ ഓക്കെ ആ നിന്നെപ്പോലുള്ളൊരു സുന്ദരി കുട്ടിനെ കെട്ടണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. ആ ഇതെന്ത് വെറും ചാലി. അതെ ഞാൻ ഏതായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരാം. നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? ഓക്കെ ഓക്കെ ഞാൻ എടുത്തിട്ടാ എന്നാ നീ ഫ്രഷ് ആയിക്ക്. ശരി. എടി മണ്ടി കട്ടിലിനടിയിൽ ഒളിക്കുമ്പോ മിനിമം കാലെങ്കിലും ഉള്ളിൽ വെക്കാനൊന്ന് ഒന്ന് പോടി ഒരു പേടിപ്പിക്കല്. ഞാനേ പാല് വാങ്ങി വരാം. വേഗം ചായക്ക് വെള്ളം വെച്ചിട്ടാ. സമാധാനായി.